നമസ്കാരം. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. നോക്കാം ബിസിനസ് ഹെഡ്ലൈൻസ്. ഏഷ്യൻ ഓഹരി വിപണിയുടെ ചുവട് പിടിച്ച് ഇന്ത്യൻ ഓഹരി കടകൾ. സെൻസെക്സ് നിഫ്റ്റി സൂചികകളിൽ ചാഞ്ചാട്ടം. മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സൂചികകൾ 2.5% ഇടിഞ്ഞു. ബാങ്ക് നിഫ്റ്റി 1% ഉയർന്നു. പേടിഎം ഓഹരികൾ 4% നഷ്ടത്തിൽ. ക്യാഷ് മാർക്കറ്റിൽ 4,933 കോടിയുടെ ഓഹരികൾ വിറ്റഴിച്ച് വിദേശ നിക്ഷേപകർ. നികുതി വെട്ടിപ്പ് നടത്തിയ ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെ നടപടിയുമായി ആദായ നികുതി വകുപ്പ്. അടുത്ത മാസം അവസാനത്തോടെ കമ്പനികളിലേക്ക് 25,000 കോടി രൂപയുടെ നികുതി നോട്ടീസ് അയക്കാൻ സാധ്യത. ഇൻഷുറൻസ് കമ്പനികൾ നൽകിയ അധിക കമ്മീഷനെക്കുറിച്ചും അന്വേഷണം. ഓഹരി വിൽപ്പനയിൽ ഹോങ്കോങ്ങിനെ മറികടന്ന ഇന്ത്യൻ ഓഹരി വിപണി. പ്രതിദിന ട്രേഡിംഗ് മൂല്യം $16.5 ബില്യൺ ഉയർന്നു. ആഗോള നിക്ഷേപം ആകർഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ. ശ്രീലങ്കൻ പവർ പ്ലാന്റുകൾക്ക് ദ്രവീകൃത പ്രകൃതിവാതകം വിതരണം ചെയ്യാൻ തയ്യാറെടുത്ത് ഇന്ത്യ. വിതരണം അടുത്ത വർഷം അവസാനത്തോടെ ആരംഭിച്ചേക്കും. പ്രതിവർഷം 3,50,000 ടൺ പ്രകൃതിവാതകം വിതരണം ചെയ്യാൻ ധാരണ. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള 4ാമത്തെ സ്ഥാപനമായി ഉയർന്ന LIC. ഓഹരികൾ 6%-ലധികം ഉയർന്ന പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തി. പിന്തുണയായത് ത്രൈമാസ പ്രകടനങ്ങൾ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഇന്ത്യൻ ഓഹരി മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് വലിയ രീതിയിൽ ഒരു ചാഞ്ചാട്ടം, ഒരു അസ്ഥിരതയൊക്കെ തന്നെ പ്രകടമായ ദിവസമാണ് ഇന്ന്. രാവിലെ മുതൽ തന്നെ ഒരു ബിയറിഷ് ആൻഡ് ബുള്ളിഷ് ഒരു കോമ്പറ്റീഷൻ നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചു. നിലവിൽ നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത് ഒരു പോസിറ്റീവ് മോഡിലാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിൽ 21,738 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. 20 പോയിന്റ് ഉയർന്ന് 21,738 പോയിന്റിലേക്കാണ് നിഫ്റ്റി 50 എത്തിയിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റി സ്മോൾ ക്യാപ്, നിഫ്റ്റി മിഡ് ക്യാപ് ഓഹരികളിലൊക്കെ തന്നെയും ഒരു 2.5%-ലധികം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ് 10,667 പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. ഏകദേശം 178 പോയിന്റുകൾ ഇടിഞ്ഞാണ് മിഡ് ക്യാപ് സൂചികകളിൽ വ്യാപാരം നടക്കുന്നത്. പക്ഷേ ആശ്വാസമാകുന്നത് നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഓഹരികളുടെ സൂചികകളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, വളരെ രീതിയിൽ ഒരു വിൽപ്പന സമ്മർദ്ദം നേടിയിരുന്നു ഇന്നലെ ബാങ്ക് ഓഹരികളിലൊക്കെ തന്നെ. പക്ഷെ അതിൽ നിന്നെല്ലാം തിരിച്ചു കയറുകയാണ് ബാങ്ക് സൂചികകൾ. നിഫ്റ്റി ബാങ്ക് 40,366 പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. അതായത് 354 പോയിന്റുകൾ ഉണർവിൽ 40,366 നിഫ്റ്റി ബാങ്ക്. നിലവിൽ യെസ് ബാങ്ക്, ICICI, HDFC, SBI ബാങ്കുകളുടെ ഓഹരികളൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു വളർച്ചയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഇനി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരികയാണെങ്കിലും 20,122 പോയിന്റ്, അതായത് 58 പോയിന്റ് ഉയർന്ന് 20,122 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ വ്യാപാരം നടക്കുന്നത്. LIC ഓഹരികളിലൊക്കെ ഒരു ഉണർവ് ഇതിൽ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരിയിൽ നമുക്ക് പ്രതിഫലിക്കാൻ സാധിക്കും. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഒരു പോസിറ്റീവ് നോട്ട് നമുക്ക് കാണാൻ സാധിക്കും. 21 പോയിന്റ് ഉണർവിൽ 71,450 നിലവിൽ വ്യാപാരം നടക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ വിദേശ നിക്ഷേപകരുടെ വലിയ രീതിയിലുള്ള ഒരു ഓഹരി വിറ്റഴിക്കലൊക്കെ തന്നെ വിപണിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DPFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് അതിഥിയായി ചേരുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഒരു തിരിച്ചുവരവിലേക്ക് അല്ലെങ്കിൽ ഒരു ചാഞ്ചാട്ടത്തിലേക്ക് എത്തുകയാണ്. എന്തൊക്കെ ഫാക്ടർ ആയിരിക്കാം ഇതിന് കാരണമായിരിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇന്ന് കാലത്ത് പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റ് ഏകദേശം ഫ്ലാറ്റ് ആയിട്ട് ഇന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു റേഞ്ചിനുള്ളിൽ നിഫ്റ്റിയെ സംബന്ധിച്ചോളം ഏകദേശം 150 പോയിന്റിന്റെ റേഞ്ച്, അതായത് താഴോട്ട് 21,630 വരെ വന്നു, മേലോട്ട് 21,780 വരെ പോയി. ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത്. മാർക്കറ്റ് നെഗറ്റീവാണ് എന്ന് പറയാറായിട്ടില്ല. കാരണം ഇന്നലെ ക്രെഡിറ്റ് പോളിസിയുടെ ഒരു നിരാശ മാർക്കറ്റിൽ വന്നിരുന്നു. അതിൻ്റെ ഒരു സെല്ലിങ് നമ്മൾ ഇന്നലെ കണ്ടു. എന്നാൽ അത് ഇന്നലത്തോടു കൂടി അത് മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി മുകളിലേക്ക് കയറുവാനുള്ള സാധ്യതകൾ മാർക്കറ്റിലുണ്ട്. പിന്നെ FIIs ഒരു ഭാഗത്ത് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിലും ഇന്നലെ 5,500 കോടിയോളം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിച്ചിരുന്നു. അതുകൊണ്ട് FIIസിൻ്റെ സെല്ലിങ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ സമയങ്ങളിലൊന്നും തന്നെ ഇല്ല.
നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. മാർക്കറ്റ് വലിയൊരു രീതിയിൽ ഒരു ചാഞ്ചാട്ടത്തിലേക്കാണ്. പക്ഷേ ക്ലോസിംഗ് ബെല്ലിന്റെ സമയമാകുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് മാറുമെന്നാണ് വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂണുമായി ടി കെ റിജിത്ത് തുടരും.